ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു ഹാരിസയോടുള്ള അമിതമായ സ്നേഹവും താല്പര്യവും കണ്ട മക്കക്കാര് സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിച്ചിരുന്നുവെങ്കിലും സ്വന്തം ബാപ്പയിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് പേര് ചേർത്ത് വിളിക്കാൻ പാടില്ല എന്നുള്ള ഹുക്കം അങ്ങനെ ഒരു റൂൾസ് ഇസ്ലാം കൊണ്ടുവന്നപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസ എന്ന ആളുകൾ വിളിക്കാൻ തുടങ്ങി. സെയ്ദിൻ്റെ വയസ്സും റസൂലുള്ളാഹിൻ്റെ വയസ്സും താരതമ്യേന വർഷങ്ങൾ കഴിയുന്തോറും വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കല്യാണത്തിലേക്കുള്ള ചർച്ചകൾ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്ന സമയത്ത് സെയ്ദിനെ തൽക്കാലം താമസിപ്പിച്ചത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. അവർക്കിടയിലുള്ള ആ സ്നേഹവും സാഹോദര്യവും ഒന്നുകൂടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നത്. ശേഷം കല്യാണം നടക്കുന്നു. സത്യത്തിൽ ആ കല്യാണത്തിന് സൈനബ ബീവിക്ക് പ്രത്യേകമായ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അടിമ ഉടമ വ്യവസ്ഥിതി നിലനിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരടിമയായ സെയ്ദിനെ ഞാനെങ്ങനെ കല്യാണം കഴിക്കുക? സമൂഹത്തിൽ അറിയപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ കാരണവരായ അബ്ദുൽ മുത്തലിബിൻ്റെ സഹോദരിയുടെ മകൾ, അതും പിന്നെ മക്കാരെ ഏറെക്കുറെയൊക്കെ അറിയുന്ന അത്രയും നല്ലൊരു കുടുംബത്തിൽ ഒരടിമയെ കൊണ്ടുള്ള കല്യാണം എന്നത് അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു. പക്ഷെ റസൂലുള്ളാഹിൻ്റെ താല്പര്യം തീരുമാനവും മനസ്സിലാക്കിയതുകൊണ്ട് അവർ അംഗീകരിച്ചു. പിന്നീട് ഘട്ടം ഘട്ടമായി കുടുംബത്തിൽ സാധാരണ ഉണ്ടാകുന്ന സൗന്ദര്യപ്പിണക്കങ്ങളും അതുപോലെ തന്നെ റാഹത്തില്ലായ്മയും പലപ്പോഴും റസൂലുള്ളാഹിനോട് സെയ്ദ് വന്നിട്ട് പറയും. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് ക്ഷമിക്കാൻ വേണ്ടി പറയും. തീർത്തും അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ തൽക്കാലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് അവരെ ത്വലാഖ് ചൊല്ലാനും അതിനുശേഷം ഇദ്ദ കഴിഞ്ഞിട്ട് ഒരു ദിവസം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവിയിലേക്ക് പറഞ്ഞയച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം അറിയിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. സത്യത്തിൽ റസൂലുള്ളാഹിക്ക് സൈനബ ബീവിയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടോ അതല്ലെങ്കിൽ സെയ്ദിനെ കൊണ്ട് മാത്രമേ സൈനബിനെ കല്യാണം കഴിപ്പിക്കൂ എന്നുള്ള വാശി ഉണ്ടായിട്ടോ എന്നല്ല. സമൂഹത്തിൻ്റെ ഇടയിലുണ്ടായിരിക്കുന്ന മോശപ്പെട്ട വൃത്തികെട്ട ചില ആചാരങ്ങൾ തിരുത്തുക എന്നുള്ളതാണ് റസൂലുള്ളാഹിൻ്റെ ഈ കല്യാണങ്ങളുടെയും മറ്റു റസൂലുള്ള ഏതൊരു പ്രവർത്തനം മുന്നോട്ട് വെക്കുന്നുണ്ടോ അതിലൊക്കെ റസൂലുള്ളാഹിൻ്റെ പ്രത്യേകമായ താല്പര്യങ്ങളും സമൂഹത്തിന് തിരുത്തി കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ടാവും. ഒരടിമക്ക് ഒരു സാധാരണക്കാരിയായൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. അത് റസൂലുള്ള തിരുത്തി കൊടുക്കുന്നു, സെയ്ദിനെ സൈനബയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട്. ഇപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ത്വലാഖ് ചൊല്ലപ്പെട്ട സൈനബ ബീവിയെ റസൂലുള്ള കല്യാണം കഴിക്കുമ്പോൾ മറ്റൊരു ആരോപണം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ മോനാണല്ലോ സെയ്ദ്, അപ്പം മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് ഇപ്പോൾ മകൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നു എന്നൊരു ആരോപണം വന്നു. തത്വത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനല്ല, വളർത്തുമകനാണ്. വളർത്തുമകനാകുമ്പോൾ ഒന്നുകിൽ മുലകുടി ബന്ധം വേണം, അതല്ലെങ്കിൽ തറവാടിത്ത ബന്ധം വേണം, അതല്ലെങ്കിൽ കെട്ടുബന്ധം വേണം. ഈ ബന്ധമൊന്നും ഇല്ലാത്തൊരു ബന്ധമാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു ബന്ധമാണ് ദത്തുപുത്രൻ അതല്ലെങ്കിൽ വളർത്തുപുത്രൻ എന്ന ബന്ധം. ആ ബന്ധം ഒരിക്കലും രക്തബന്ധത്തിനോളം ചേരുകയില്ല. അതുകൊണ്ട് തന്നെ അവരിലുണ്ടായ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും തെറ്റല്ല എന്ന് തിരുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവിയെ കല്യാണം കഴിക്കലൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ ആരോപണം പറഞ്ഞ ആളുകൾക്കെതിരായിട്ട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫലമ്മ ഖളാ സൈദുൻ മിൻഹാ വതറൻ സവ്വജനാകഹാ ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫീ അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖളൗ മിൻഹുന്ന വതറൻ വകാന അംറുല്ലാഹി മഫ്ഊല. പരിശുദ്ധമായ ഖുർആനിൽ പേര് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സ്വഹാബി സെയ്ദ് ഇബ്നു ഹാരിസയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പരിശുദ്ധമായ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു തആല നിർദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു, അവളിൽ നിന്ന് സെയ്ദ് വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോൾ താങ്കൾക്ക് അവളെ നമ്മൾ കല്യാണം കഴിച്ചു തന്നു. വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഇങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ള തെറ്റായ ധാരണകളുണ്ട്, ആ ധാരണകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇങ്ങനെ ചെയ്തത്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ മദീനയിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. ഏകദേശം ഹിജറ 5-ാം വർഷം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ നേതൃത്വത്തിൽ മദീനയിലുള്ള ഏറെക്കുറെ ആളുകളൊക്കെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം സൈനബ ബീവി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ റസൂലുള്ളാഹിക്ക് കരുതി വെക്കും. തുന്നിയിട്ട്, അതായത് വസ്ത്രങ്ങൾ തുന്നിയിട്ടും നൂൽപ്പ് നടത്തിയിട്ടും കിട്ടുന്ന വരുമാന മാർഗമാണ് സൈനബ ബീവിയുടെ ജീവിതോപാധി. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് റസൂലുള്ളാഹിനെ നല്ലോണം സന്തോഷിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത്
അവിടുത്തെ കല്യാണം കഴിയുന്ന സമയത്ത് ഏകദേശം 35 വയസ്സായിരുന്നു മഹദിയായ സൈനബ് ബീവിക്ക് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം 58 വയസ്സ്. ഇവർക്കിടയിൽ നല്ല സ്നേഹവും സന്തോഷം കഴിഞ്ഞുകൂടി അവസാനം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നു. വഫാത്തായതിൻ്റെ ശേഷം റസൂലുള്ളാഹി ആദ്യമേ പറയാറുണ്ടായിരുന്നു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ ഭാര്യമാരുടെ കൂട്ടത്തിൽ എന്നിലേക്ക് ആദ്യം എത്തുന്നത് കൈ നീണ്ട ആളാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ആയിഷ ബീവി പറയുന്നുണ്ട്, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ആരാണ് നീളം കൂടിയ ആള് എന്ന് നോക്കും. പക്ഷേ ഈ സൈനബ ബീവി വഫാത്തായ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് കൈ നീളം കൂടിയ ആള് എന്നതുകൊണ്ട് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ ധർമ്മം കൊടുക്കുന്ന ആള് എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഉമ്മുൽ മസാക്കീൻ എന്ന അപരനാമമുള്ള ആളാണ് സൈനബ ബീവി. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈനബ ബീവിക്ക് 12,000 ദിർഹം കൊടുത്തയച്ചു. കിട്ടിയ ഉടനെ തന്നെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹുവിന് 1000 ദിർഹം കൂടി കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതായിരിക്കും ദാനം ചെയ്യാനുള്ളതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതാന്ന് പറഞ്ഞു. അതും പാവങ്ങൾക്ക് ദാനം ചെയ്തു. ഹിജറ 20 മഹദിയായ സൈനബ ബീവി വഫാത്താകുന്നു. വഫാത്താകാൻ തൊട്ട് മുമ്പ് കൂടെയുള്ള ആളുകൾക്ക് വസിയത്ത് കൊടുത്തു, ഞാൻ മരിച്ചാൽ എനിക്കുള്ള കഫൻ പുടവ ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് എനിക്ക് കഫൻ പുടവ കൊടുത്തയക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒരു കഫംപട എനിക്ക് ഉപയോഗിച്ചിട്ട് മറ്റേ കഫംപട അർഹതപ്പെട്ട പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അത്രത്തോളം ദാനധർമ്മത്തിൽ ലോകത്തറിയപ്പെട്ട മഹദിയാണ് ഉമ്മുൽ മസാക്കീൻ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ആദരണീയരായ മുത്തായ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ വളരെ സന്തോഷത്തോടുകൂടെ ജന്നത്തുൽ ബഖീൽ മദീനയിൽ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് കിടക്കുന്നുണ്ട്. റഹമുറാഹിമായ റബ്ബ് ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അവിടേക്ക് എത്താനും ഈ മഹദിമാരുടെയൊക്കെ പൊരുത്തവും അവിടുത്തെ സന്തോഷങ്ങളും കിട്ടാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.